അവള് പഠിക്കുന്നില്ല. തമ്പുരാനെയും തമ്പുരാട്ടിയും ജീവനോട് കൊളുത്തിയ ശിവദാസന്റെ മകളുടെ സർട്ടിഫിക്കറ്റും കത്തി അമരട്ടെ. അവള് പഠിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി എന്ത് സംഭവിച്ചാലും ഈ സർട്ടിഫിക്കറ്റ് ഞാൻ കത്തിച്ചിരിക്കും. ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന അർത്ഥമില്ല. 1-2 ആഴ്ച കൊണ്ട് അത് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഈ കാര്യം വൈദേഹി തമ്പുരാട്ടി അറിഞ്ഞ രമാദേവിക്ക് നഷ്ടപ്പെട്ടതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അതോർത്താ നിനക്ക് കൊള്ളാം. ആരോട് എന്ത് വിളിച്ചു പറഞ്ഞാലും ഈ രമാദേവിക്ക് അത് പുല്ല, വെറും പുല്ല്. കൊന്നുകളയും ഞാൻ. അഡ്മിഷന്റെ സമയമൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിനിസ്ട്രോട് ചോദിക്കും. സാർ, കല്യാണിയുടെ സർട്ടിഫിക്കറ്റ്സ്. സോറി, അഡ്മിഷൻ സമയമൊക്കെ കഴിഞ്ഞു. സാർ, സർട്ടിഫിക്കറ്റ് മറന്നുപോയി, അത് എടുക്കാൻ വേണ്ടി പോയതാ. കുട്ടിയുടെ നഴ്സറിയുടെ അഡ്മിഷൻ അല്ല, ലോ കോളേജിലെ അഡ്മിഷനാ. അഡ്മിഷന്റെ കാര്യവുമായി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ വിങ് ഉണ്ടായിരുന്നു. പറഞ്ഞിരുന്ന സമയത്തിലും 1/2 മണിക്കൂർ അധിക സമയം അവരിവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എഴുതി വെച്ചിട്ട് പൊക്കിവിടായിരുന്നോ? അല്ല, അതാരും എന്നോട് പറഞ്ഞില്ല സാർ. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന അഡ്മിനിസ്ട്രേഷൻ വിങ് എല്ലാ അഡ്മിഷനും പൂർത്തീകരിച്ച് പോയി കഴിഞ്ഞു. ഇനി എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ പോലും അത് സാധിക്കില്ല. സാർ, ഓൺലൈനിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഓൺലൈൻ ടൈമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ചിന്നു, നീ വേഗം നിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തേ. ഇനി എന്തിനാ? നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അഡ്മിഷൻ സൈറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വേഗം എടുക്ക്. സമയം പോന്ന്, വേഗം എടുക്ക്. ചിന്നു, ചിന്നുവിനെ ഏറ്റവും പ്രിയപ്പെട്ട ചിന്നു വിളിച്ചാൽ കേൾക്കുന്ന ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചോ. ആ ശിവദാസന്റെ മകള് വക്കീലായിട്ട് വരുന്നു ഭയക്കണം. നിയമമൊക്കെ പഠിച്ചു കഴിയുമ്പോഴേ അവള് ചിലപ്പോ ശിവദാസന്റെ കേസിന് പുറകെ പോയെന്ന് വരും. ആ പോക്ക് ചെന്ന് നിൽക്കുന്നത് കൊട്ടാരത്തിലെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകത്തിലേക്കായിരിക്കും. പിന്നെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കുഞ്ഞോക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഭദ്രേട്ടാ, ലോ കോളേജിൽ അഡ്മിഷൻ എടുത്തു എന്ന് വെച്ച് വക്കീലായെന്ന് അർത്ഥമില്ല. അവൾ 5 കൊല്ലം പഠിച്ചു പൂർത്തിയാക്കണം. അതിന് ഞാൻ അവളെ അനുവദിക്കില്ല. ആ ക്യാമ്പസിൽ അവള് പഠിത്തം തുടരില്ല. അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് മതി. അവൾ 5 കൊല്ലം അവിടെ പഠിച്ച് പൂർത്തിയാക്കി
വക്കീൽ കോട്ട് വിട്ട് വരരുത്. എനിക്കത്രേ ഉള്ളൂ. നിങ്ങളുടെ അളിയൻ വരുന്നുണ്ട്. അളി എന്തൊക്കെ പറഞ്ഞാലും എന്റെ പെങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവില്ല. ബെസ്റ്റ്. ഇങ്ങനെ തന്നെ വേണം അളിയന്മാര്. താങ്ക് യു താങ്ക് യു. അളിയൻ ഇപ്പോഴെങ്കിലും എന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞല്ലോ. രമേ, നിന്നോട് എന്തോ പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയാൻ വന്നത് അങ്ങ് മറന്നുപോയി. അളിയാ, അങ്ങനെ വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഡയറി എഴുതി കുറിച്ച് വെക്കണം അളിയാ. ഇപ്പൊ ഓർമ്മ വന്നു. നീ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ നൽകാനായി കാലം നിനക്ക് കാത്തുവെച്ചതാ ചിന്നുനെ. നീ കരുതിയിരുന്നോ രമേ?